യുദ്ധം അവസാനിപ്പിക്കാൻ 5 ഉപാധികൾ മുന്നോട്ട് വെച്ച ഇറാൻ മുൻപ് ആജ്ഞാപിച്ചിരുന്ന അമേരിക്കയുടെ മനംമാറ്റം പരാജയ സമ്മതമെന്ന് അവകാശവാദം. ചർച്ചകൾ നടക്കുന്നത് ഇറാൻ മറച്ചുവെക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പരാജയം സമ്മതിച്ചില്ലെങ്കിൽ മുൻപത്തേക്കാൾ ശക്തമായി ആക്രമിക്കുമെന്ന് വൈറ്റ് ഹൗസ്. Further rocket attacks were reported against Nahariya and admitted. ലെബനനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ കൂടുതൽ പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ലെബനൻ ബഫർ സോണായി പ്രഖ്യാപിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്ന ആവശ്യം ശക്തമാക്കി പ്രതിപക്ഷം. സർവകക്ഷി യോഗത്തിലെ സർക്കാർ വിശദീകരണം തൃപ്തികരമല്ല എന്ന പ്രതിപക്ഷം. LPG ക്ഷാമം രാജ്യത്തില്ലെന്നും 5 കപ്പലുകൾ കൂടി ഉടനെത്തുമെന്നും കേന്ദ്ര സർക്കാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുകയാണ്. അങ്കത്തട്ടിൽ ആരൊക്കെയെന്ന് ഇന്നറിയാം. പത്രിക പിൻവലിക്കാൻ വൈകിട്ട് 3 മണി വരെ സമയം. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം മത്സര രംഗത്ത് 985 സ്ഥാനാർത്ഥികൾ. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ LDF. ഇർഷാദിനെതിരെ പാർട്ടി നടപടി. ലീഗിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നീക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി PK ശ്രീമതി. മഞ്ചേശ്വരത്ത് UDF-ന് തലവേദനയായ SDPI സ്ഥാനാർത്ഥിത്വം. മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് KM അഷ്റഫ്. നീരസം മറന്ന് തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചാരണത്തിനിറങ്ങാൻ ആന്റണി രാജു. സുധീർ കരമനയ്ക്കായി വോട്ട് തേടും. നടൻ EA രാജേന്ദ്രൻ അന്തരിച്ചു. അന്ത്യം കൊല്ലം പട്ടത്താനത്തെ വീട്ടിൽ. സംസ്കാരം നാളെ തൃശൂർ തൃത്തല്ലൂരിൽ. വിടവാങ്ങിയത് 60ഓളം ചിത്രങ്ങളിൽ സ്വഭാവ നടനായും നാടകവേദികളിലും തിളങ്ങിയ പ്രതിഭ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഇന്ന് ഹൈക്കോടതിയിൽ. SIT അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കും. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭ്യമായില്ലെന്ന് കോടതി അറിയിക്കും.